ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ആളെ ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം. വെറുതെ നമ്മൾ എന്തും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കാര്യമില്ല. അപ്പം അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ റിമി ടോമി ഭയങ്കര എപ്പോഴും ഫാഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനൊരു മേക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും അവർ പറയാണ്, ചേച്ചി എനിക്ക് സിമ്പിളായിട്ട് മതി, അല്ലെങ്കിൽ ജീന എനിക്ക് ഇത്രയും മതിയിട്ട് ഞാൻ ഇങ്ങനെ വരാറുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മളത് ചെയ്തു കൊടുക്കും. ഡെയിലി ചെയ്യുമ്പോൾ ബോറടിക്കും. പിന്നെ ഭാവനയ്ക്കും ചെയ്തിട്ടുണ്ട്, ഐശ്വര്യലക്ഷ്മി, റിമ കല്ലിൻ, പണ്ടൊക്കെ ശ്വേതാമേനോൻ. ഭാവനയുടെ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭാവനയുടെ ആയിരിക്കും ഡേറ്റുകൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ റിമിയുടെ ചെയ്യാറുണ്ട്, പിന്നെ ശ്വേതാമേനോൻ്റെ ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇന്ന ആളുടെ ഒന്നുമില്ല, വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചെയ്യും. ഇപ്പൊ ഭാവനയുടെ കാര്യം പറയുകയാണെങ്കിൽ മാമിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റത്തെ പോസ്റ്റ് ഭാവനയുടെ ഫോട്ടോയാണ്. സോ എങ്ങനെയാണ് ഭാവനയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്? ഭാവനയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റർ. കൂടുതലും വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, എപ്പോഴും നമ്മൾ കൂടെ ആയിരിക്കുക, കൂടെ ട്രാവൽ ചെയ്യുക, അങ്ങനത്തെ ഒരു എപ്പോഴും കുറേ സംസാരിക്കുക. പിന്നെ ഈ സ്റ്റൈലുകളെ കുറിച്ച് നമ്മൾ കുറേ സംസാരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഇന്നത്തെ വർക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ ദിവസം നെക്സ്റ്റ് മന്ത് ഒരു ഷോ ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ ആ ഷോയ്ക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം ഒക്കെ റെഫറൻസ് എടുത്ത് കുറേ പ്ലാൻ ചെയ്യും നമ്മൾ. കാരണം ഞാൻ ഭവിന്ന് വിളിക്കുന്നത്, ഭവി അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്യും. അങ്ങനെ പെർഫെക്റ്റായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്, ചെയ്യാം എന്തെങ്കിലുമൊക്കെ. പിന്നെയും ആൾ ഭയങ്കര ഹൈ ഫാഷനിലേക്കൊന്നും പോവാറില്ല, ആ ഒരു സ്റ്റൈലാണ് ഇഷ്ടം. ആ ഒരു സ്റ്റൈലിൽ തന്നെ എപ്പോഴും ചെയ്തു പോകും. അപ്പം നമ്മുടെ ഭാവനയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് മാമിന്റെ കൈകളാണ്. അതെ, എനിക്കിഷ്ടമാണ്. ഭാവനയുടെ സ്കിന്നും ഹെയറൊക്കെ നല്ലതാണ്. നല്ല സ്കിൻ അല്ലാത്തത് നമ്മൾ നന്നായിട്ട് ചെയ്യും. എന്നാലും ഞാൻ പറഞ്ഞ ഭാവന സ്കിന്ന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എത്ര രാത്രിയായിട്ട് വന്നാലും ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ആ സ്കിന്നിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ US-ലും കൂടി രാത്രി 3 മണിയൊക്കെ ആവും. ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. എന്നാലും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറാണെങ്കിൽ ഉറങ്ങുള്ളൂ. ഭയങ്കര എന്താണ് അങ്ങനെ കണ്ടിരിക്കുന്ന ഒരാൾ. പിന്നെ റിമിയാണ്. റിമി അങ്ങനെ തന്നെ. റിമി ഒരു ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, 2.5 മണിക്കൂറൊക്കെ നിന്ന് തകർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. റിമി ടോമിനെ പോലെ സ്റ്റേജിനും ഓഡിയൻസും റിമി വേറൊരാളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് വായി തോന്നണൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് എപ്പോഴും പൊട്ടിച്ചിരിച്ച് നടക്കുന്ന ഒരാളാണ്. ചില സമയത്തൊക്കെ മൂടോഫായിട്ടൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കും, എന്നാലും ഭയങ്കര അടിപൊളിയാണ്. ഈ സ്റ്റേജിലോട്ട് കയറിക്കഴിഞ്ഞാൽ വേറൊരാളാണ്. പിന്നെ 2.5 മണിക്കൂർ ആരോടും തമാശയില്ല, സംസാരമില്ല, ഒന്നും നമുക്കൊന്നിനും നേരം ഉണ്ടാവില്ല. സ്റ്റേജിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3, 4, 5, 6 സോങ്ങും ഡാൻസും ഒപ്പം ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി ഇടിച്ച് പൊളിച്ചിരിക്കും വന്നെ റൂമിലേക്ക്. അപ്പം തന്നെ എല്ലാവരും ഡ്രസ്സ് എടുത്ത് ഹെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ കളറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വിത്തിന് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് കഷ്ടി കാണുള്ളൂ. ചിലതിനൊക്കെ 20 പോലും ഉണ്ടാവില്ല. ആ ടൈമിൽ ഓടി വന്ന് വേഗം ചെയ്ത് അതേപോലെ ഓടും. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം 2.5 മണിക്കൂർ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് കൂടി സംസാരിക്കും. ആ ഒരു ടൈമിൽ കണ്ടിട്ടില്ലേ, എനിക്ക് ഭയങ്കര എപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റ്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആരുടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും റിമിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അടുത്തെന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളവർ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും, എങ്ങനെ ഇവിടെ നിന്ന്. ഭയങ്കര രസമാട്ടോ റിമിയുടെ വർക്ക് ചെയ്യാൻ, ഭയങ്കര രസമാണ്. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വർക്കിൻ്റെതായ ടെൻഷൻ ഒരു സെപ്പറേറ്റ് വേറെ ഉണ്ടാവും. എന്നുവെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ തീർക്കണം എന്നുള്ളതാണ്. അതിനിടയിൽ അയ്യോ അത് ചൂടായിട്ടില്ല, നീ ഇത് എടുത്തിട്ടില്ലെന്നൊന്നും പറയാനുള്ള സമയമില്ല. അപ്പം തന്നെ എടുത്ത് സ്റ്റേജിൽ വിടണമല്ലോ. അവർക്ക് 2.5 മണിക്കൂറാണ്, 2 മണിക്കൂറാണ്, 2 മണിക്കൂറായിട്ട് 2.5 മണിക്കൂറായിട്ട് ആ ടൈം കൊണ്ട് തീർത്ത് വിടണം. അപ്പം ആ ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കാറി കയറി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. പിന്നെ പഴയ ആളായി തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസമാണ്. പുള്ളിയോട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ബോറടിക്കില്ല.
ഇങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. മമ്മൂക്കയുടെ പോലും തമാശ പറയാൻ ഫ്രീഡം ഉള്ള ഒരാൾ റിമി ടോമിയാണ്. അത് ആരോടും പറയും. അതെ. പക്ഷെ ആള് പാവട്ടാ, ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള്. നല്ല അതുപോലെ ഭവ്യ അങ്ങനെ തന്നെയാണ് കേട്ടോ. വർക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേഷനാണ് ആൾക്ക്. ആളുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയമുണ്ടോ, അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. അതിനു വേണ്ടി പുള്ളിക്കാരത്തി അതാണ് കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് അതിനെ കൊടുക്കുകയുള്ളൂ. വേറെ എത്ര രൂപ കൊടുത്തിട്ട് വേറെ എന്ത് ഷോ എന്ന് പറഞ്ഞാലും എടുക്കില്ല, അതായിരിക്കും ചെയ്യുന്നത്. പിന്നെ രണ്ടുപേരും രണ്ട് ക്യാരക്ടറാണ്. കുറച്ചൊരാളൊരു കാമാണ്, കുറച്ചൊരാൾ ഇച്ചിരി ഹൈപ്പറാണ്.